എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അപ്പോൾ ഈ ട്രാവസ്റ്റി എന്ന് പറയുന്ന ഡിസ്റ്റോഷൻ, അബ്സേർഡ്, ഫോൾസ്, തെറ്റായത് എന്ന രീതിയിലാണ്. ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ഫോം ഓഫ് ജസ്റ്റിസ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഷോക്കിംഗ് ലാപ്സസ് മാർ അറുമുഖസ്വാമി കമ്മീഷൻ ഓഫ് ഇൻക്വയറി റിപ്പോർട്ട്. അപ്പോൾ അറുമുഖസ്വാമി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജയലളിതൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതാണ് അറുമുഖസ്വാമി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് ഫൈൻഡിങ്സ്, അത്രമാത്രം ശരിയാണ്, അതിന് ഫാക്ട്സ് അനലൈസ് ചെയ്തിട്ടുണ്ടോ, അത് ആരെങ്കിലും എക്യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. An investigation report is not a clean slate on which the investigator can record its whimsy that flies in the face of the facts എന്ന് പറയുന്നത്. അതായത് നമുക്ക് തോന്നിയ പോലെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഫാക്ട്സ് എപ്പോഴും കൺസിഡർ ചെയ്യണം എന്നാണ്. ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എഡിറ്റോറിയൽ ഈ പറയുന്ന റിപ്പോർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എഡിറ്റോറിയൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു കോൺസ്പിറസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കരുത്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ സമയത്ത് വീണ്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ടർമോയിൽ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് പുറപ്പെടുവിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്യൂസ് ചെയ്യുന്ന കുറേ കാര്യമുണ്ട്. ഒന്ന്, വി.കെ. ശശികല, ദ ഫോമർ ഹെൽത്ത് മിനിസ്റ്റർ, സി വിജയഭാസ്കർ, 2 IAS ഓഫീസർ ആൻഡ് 3 ഡോക്ടേഴ്സ് ആർ റെക്കമെൻഡഡ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻസ്റ്റ് ദം. ഈ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ സി വിജയഭാസ്കറിനെയും 2 IAS ഓഫീസർ, പിന്നെ വി.കെ. ശശികല ആൻഡ് 3 ഡോക്ടേഴ്സ് ആർ റെക്കമെൻഡഡ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇവരെയൊക്കെ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ്. ഹവർ ഇറ്റ് ഫോൾസ് പെർപ്ലെക്സിംഗ്ലി ഷോർട്ട് ഫോർ എക്സ്പ്ലെയിനിങ് വേർ ദ ഫോൾട്ട് ലേ വിത്ത് ദോസ് ഇറ്റ് ഫൗണ്ട് കൾപ്പബിൾ ഓർ ട്രേസിംഗ് ദ ഡാമിനിങ് ട്രയൽ ഓഫ് എവിഡൻസ് ടു ദർ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ പ്രത്യേകിച്ച് എവിഡൻസസ് ഒന്നുമില്ല, പക്ഷേ അഭ്യൂഹങ്ങൾ മാത്രമേ റിപ്പോർട്ടിലുള്ളൂ എന്നാണ് പറയുന്നത്. പെർപ്ലെക്സിംഗ്ലി ഷോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര എംബാരസിംഗ് ആയിട്ട് അവർക്ക് എതിരെ തെളിവൊന്നുമില്ല, എന്ത് തരം പ്രശ്നമാണ് അവർ ചെയ്തതെന്നുള്ളത്. വാട്ട് വാസ് ദ ഫോൾസ് ദാറ്റ് ഹാസ് കമ്മിറ്റഡ് ബൈ ദീസ് അക്യൂസ്ഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ അതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷേ എന്താണ്, ഇവരൊക്കെ കുറ്റക്കാരാണ്, ഇവരെ മുകളിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് അറുമുഖസ്വാമി, ട്രെയിൻഡ് എസ് എ ലോയർ ആൻഡ് നോട്ട് ഇൻ മെഡിസിൻ, മേക്സ് പോസ്റ്റ് ഫാക്ടോ ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് ദ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഇതിൽ വേറെ പ്രശ്നം പറയുന്നത് വെച്ചാൽ, ഇതിലൊരു സൈഡ് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൽ 75 ദിവസത്തെ ജയലളിതൻ്റെ അവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതോറിറ്റേറ്റീവ്ലി എന്തായിരിക്കണം, ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രെയിൻഡ് എസ് ലോയർ, ഒരു വക്കീലെന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റിസ് അറുമുഖസ്വാമീൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു ലീഗൽ സൈഡിലാണെങ്കിൽ അദ്ദേഹം വളരെ ആധികാരികമായിട്ടുള്ള മെഡിക്കൽ കൺക്ലൂഷൻസാണ് ഈ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടും ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ വേറെ പ്രശ്നം വെച്ചാൽ നെഗ്ലിജൻസ് ഓഫ് ഫാക്ട്സ് ഒരിക്കലും പാടില്ല. ഏതെങ്കിലും രീതിയിൽ ഫാക്ട്സ് എന്താ പറയുക വിട്ടുപോകാനോ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് ലൈനാണ്. ഈ പറഞ്ഞ ഇൻക്വയറി റിപ്പോർട്ട് ഔട്ട് ഓഫ് ലൈനാണെന്ന് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ഗോസ് ഫർദർ ഔട്ട് ഓഫ് ലൈൻ മേക്കിംഗ് അലിഗേഷൻസ് അഗേൻസ്റ്റ് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഇൻ ചാർജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദർ കൺജക്ചർ ആൻഡ് ഗ്ലെയറിംഗ് ലാബ്സ്. ഹി കംപ്ലീറ്റ്ലി സൈഡ് സ്റ്റെപ്സ് ദ. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം പറയും, ഈ പറഞ്ഞ സെൻറ്റൻസിൽ പറയാം. ഒന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നു, അവരെ റിപ്പോർട്ട് പാടെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, കാരണം അവരതിൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്സാണ്. 2, എയിംസിൻ്റെ മെഡിക്കൽ എക്സ്പേർട്ട് ടീം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രൂപീകരിച്ച എയിംസിൻ്റെ മെഡിക്കൽ എക്സ്പേർട്സ് കമ്മിറ്റി റിപ്പോർട്ട് ഓൾമോസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അതാണ് മുമ്പേ കൊടുത്തു കഴിഞ്ഞു. എന്താണ്? എഗ്രി വിത്ത് ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ആൻഡ് ഫൈനൽ ഡയഗ്നോസിസ് ബൈ ദ ഹോസ്പിറ്റലിൽ എന്താണ് രോഗകാരണമെന്നും അതുപോലെ തന്നെ എന്താണ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നതും വളരെ കൃത്യമാണെന്ന് ആര് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു? ഹോസ്പിറ്റലിൽ ചെയ്തത് എന്താണോ അത് ശരിയാണെന്ന് ആര് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു? സുപ്രീം കോടതി രൂപീകരിച്ച മെഡിക്കൽ എക്സ്പേർട്ട് ടീം ഫ്രം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്? ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് നെഗ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഇത് ഫാബ്രിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വെച്ചാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, അത് പൊളിറ്റിക്കൽ ടർമോയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ട്വിസ്റ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഈ കാറ്റഗറി. അപ്പോൾ ഇതിൽ വേറൊരു എന്താ പറയുക, ഒരു പ്രശ്നം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് പുറത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല? കാരണം ഇപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്, പുറത്ത് പോയി എന്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, രാജ്യത്തിന് പുറത്ത് പോയിട്ട്? അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഷീ കാറ്റഗോറിക്കലി റെഫ്യൂസ് ടു ബി ഷിഫ്റ്റഡ് ഔട്ട് ഓഫ് ദ കൺട്രി ഫോർ ട്രീറ്റ്മെൻറ്റ്. ജയലളിത കൃത്യമായി പറഞ്ഞിരുന്നത്, അതായത് അങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല, ഇവിടുന്ന് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 5 വർഷമായി കമ്മീഷൻ രൂപീകരിച്ചിട്ട്, 6 വർഷമായി ജയലളിത മരിച്ചിട്ട്, എന്നിട്ട് റിപ്പോർട്ട് പറയുന്നൊരു അറ്റംപ്റ്റ് നടത്തുന്നില്ല. ജസ്റ്റിസ് ഡെലിവർ ചെയ്യാനോ അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിരത്തി കൃത്യമായിട്ടുള്ളൊരു
ഒരു കൺക്ലൂഷനിലെത്താനോ റിപ്പോർട്ട് ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കമ്മിങ് 5 years after the commission of inquiry was constituted and nearly 6 years after the death of Jayalalitha, the report makes no attempt to render any justice, but steps out of line in making unqualified calls on medicine. തീരെ ക്വാളിഫൈഡ് അല്ലാത്ത മെഡിക്കൽ ഫാക്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. തമിഴ്നാട് ഗവൺമെൻറ് ഹാസ് ഡൺ ഇറ്റ്സ് ഡ്യൂട്ടി ബൈ പ്രസൻറ്റിംഗ് ദ റിപ്പോർട്ട് ഇൻ ദ അസംബ്ലിയിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് സീക്കിംഗ് ലീഗൽ ഒപ്പീനിയൻ ഓൺ ഇറ്റ്. അതിൽ ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ ഒബ്ലിഗേറ്റഡ് ടു റെൻഡർ ട്രൂ ജസ്റ്റിസ് ഇൻ ദ മാറ്റർ. ഇപ്പോൾ എഡിറ്റോറിയലിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഡിസ്റ്റോർഡഡ് ആയിട്ടുള്ള ജസ്റ്റിസ് ഒരു കാരണവശാലും ഉണ്ടാവരുത്. കാരണം കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് സുതാര്യമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, മെഡിക്കൽ ഫാക്ട്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസും ഒന്നും ഉണ്ടാക്കാതെ മുമ്പോട്ട് ഒരു ജസ്റ്റിസ് ഡെലിവറി ചെയ്യുന്ന പോലെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് എന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് പറയുന്നത്. കാരണം ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, നോൺ ആയിട്ടുള്ള മെഡിക്കൽ ഫാക്ട്സ് എക്സ്പേർട്സ് എയിംസ് പോലെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷന് സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു മെഡിക്കൽ ടീം ജയലളിതയെ നോക്കിയ ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന രോഗവും ഒക്കെ ശരിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള ആൾക്കാരെ ആരോപിക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ റിപ്പോർട്ട് കോൺട്രവേഴ്ഷ്യലാണ് എന്നാണ് പറഞ്ഞത്. അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്, ഈ പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്.